പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ് ഈസ് ലവ് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച സിസ്റ്റർ സിജി ഡെന്നീസിനും അതുപോലെ ഡെന്നിസ് ബ്രദറിനും ക്രിസ്തുവിൻ്റെ വന്ദനം. അവർ കുടുംബമായി നടത്തുന്ന ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ദൈവവചനം പങ്കുവെക്കേണ്ടതിന് വേണ്ടി ക്ഷണിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതിനായി ഞാൻ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് മാണി കുറിയാക്കോസ് എന്നാണ്. കോട്ടയം ജില്ലയിൽ മണർകാട് എന്ന സ്ഥലത്ത് ഒറവയ്ക്കൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ 33 വർഷമായി ഒറവയ്ക്കൽ ദേശത്ത് തന്നെ ദൈവവേല ചെയ്തുകൊണ്ട് ഒരു സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. തുടർന്ന് നിങ്ങളുടെയും പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് നൽകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യഹോവ അവളുടെ ഗർഭം അടച്ചതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു. അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇവിടെ ഞാൻ വായിക്കുവാനിടയായിത്തീർന്നത്. ഹന്ന എന്ന വാക്ക് അല്ലെങ്കിൽ ആ പേര് എല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ ഇന്ന് ഞാൻ അതിനകത്ത് നിന്ന് ഒരു വ്യത്യസ്തമായ ചിന്ത ദൈവമക്കളുടെ ഹൃദയത്തിൽ നൽകുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, ശമൂവേലിന്റെ പുസ്തകത്തിൽ വളരെ ഗൗരവമായ ഒരു ഭാഗമാണ് ഈ 1-ാം അധ്യായവും 2-ാം അധ്യായവും 3-ാം അധ്യായവും. ഏലി പുരോഹിതൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടങ്ങളിലാണ് ഹന്ന ഇങ്ങനൊരു വേദനകരമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഏലി പുരോഹിതന്റെ കുടുംബത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ തൻ്റെ മക്കളും പുരോഹിതന്മാരായിരുന്നെന്നും അവർ യഹോവയ്ക്ക് പ്രസാദമല്ലാത്ത നിലയിൽ കൂടെയുള്ള ജീവിതം നയിച്ചുവെന്നും ഏലി പുരോഹിതൻ അതിനെ ശാസിച്ച് അമർത്താകയാൽ വലിയ ദുരന്തത്തിലേക്ക് ആ തലമുറകൾ മാറ്റപ്പെടുവാനിടയായെന്നും തുടർന്ന് ആലയത്തിനകത്തെ മഹത്വകരമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്തിനൊരുവനെ ആവശ്യമായതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, കരയുന്ന ആ തലത്തിൽ മാനസികമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഹന്നായെ ദൈവം അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ്. ഞാൻ ഈ സന്ദേശത്തിൽ നിന്ന് 2-3 ഭാഗങ്ങളാണ് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത്. ഹന്നായെ പണിയുന്ന ദൈവം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. അതാണ് ഹന്നായെ പണിയുന്ന ദൈവം ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഹന്നായെ ദൈവം സ്വർഗീയമായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിന്റെ പ്ലാൻ നിവർത്തിയാകേണ്ടതിനു വേണ്ടി ഹന്നായെ ദൈവം പ്രയോജനപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവം സ്വർഗത്തിലെ പ്ലാൻ ഭൂമിയിൽ തയ്യാറാക്കേണ്ടതിനു വേണ്ടി ഈ ഭൂമിയിൽ കാലാകാലങ്ങളിൽ ദൈവം ഓരോരുത്തരെയും അവൻ വിളിച്ചിട്ടുണ്ട്, വേർതിരിച്ചിട്ടുണ്ട്,
അവരൊക്കെ അതിലേക്ക് എത്തപ്പെടേണ്ടതിനു വേണ്ടി ഒരുപാട് ബദ്ധപ്പാടുകളും കഷ്ടതകളും വേദനകളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. സ്തോത്രം. കാരണം ആ 3 തലങ്ങളിലാണ് പണിയപ്പെടുന്നത്. നമുക്കറിയാം, എൽക്കാന എന്ന് പറയുന്ന ഒരു നല്ല ഭക്തനായ മനുഷ്യന്റെ ഭാര്യയാണ് ഹന്ന എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ സ്ത്രീ. അപ്പോൾ തന്നെ എൽക്കാനയ്ക്ക് മറ്റൊരു ഭാര്യയുണ്ട്. അവളുടെ പേര് പെനീന എന്നാണ്. ആ പെനീനായിൽ എൽക്കാനയ്ക്ക് മക്കളുണ്ട്. അങ്ങനെ എൽക്കാനയും പെനീനായും ഹന്നായും പെനീനായുടെ മക്കളുമൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ് അവിടെ നിലകൊള്ളുന്നത്. ആ കുടുംബത്തിനകത്തെ വേദനകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഹന്നായിക്ക് മക്കളില്ല എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് മക്കളില്ലാത്ത സ്ത്രീകളെ മച്ചിയായിട്ടും നീച സ്ത്രീയായിട്ടും ദൈവത്തിന്റെ ശാപമായിട്ടുമൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേദനയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടി? ഒരു തലമുറയെ ദൈവം നൽകേണ്ടതിനു വേണ്ടി വളരെ വേദനയോടെ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. നമുക്കറിയാം, വേദനയോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പ്രാസമില്ല. അതിനകത്ത് ഭാഷാശുദ്ധിയോ ഭാഷാ ശൈലിയോ ഒന്നും കാണത്തില്ല. കാരണം ഒന്നെങ്കിൽ എണ്ണിക്കെട്ടിയുള്ള പ്രാർത്ഥനകളായിരിക്കാം. ദൈവമേ, എന്നെ കൈവിട്ടോ, എന്നെ തള്ളിക്കളഞ്ഞോ, എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താണ് എന്നൊക്കെ പറഞ്ഞുള്ള ആ പരാതികളുടെ പ്രാർത്ഥന പലപ്പോഴും നടത്താറുണ്ട്. ഹന്നായുടെ പ്രാർത്ഥന വീടിനകത്തെ ആദ്യത്തെ പ്രാർത്ഥന വീടിനകത്താണ്. വീടിനകത്ത് താൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന വേദനയിൽ നിന്നാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശബ്ദവും അപ്പോൾ തന്നെ മറ്റുള്ളവരും കേൾക്കുന്നുണ്ട്. ദൈവത്തിനു സ്തോത്രം. എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഫലവും കാണാൻ കഴിയാതെ വന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന ശബ്ദവും ദൈവമില്ലാത്തവരുടെ കളിയാക്കലും, ദൈവത്തിനു സ്തോത്രം, നിന്ദയും പരിഹാസവും ഒക്കെ ആ വീടിനകത്ത് തന്നെ ഉയർത്തപ്പെട്ടു. പെനീന അവളെ വളരെ വേദനയോടെ അവളോട് ഇടപെടുവാൻ ഇടയായിത്തീർന്നു. അവളെ മുഷിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നിങ്ങൾക്കറിയാം, വേദവും വായിക്കുമ്പോൾ എന്തെല്ലാം കഠിന വാക്കുകളാ പറഞ്ഞെന്നുള്ളതൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും ഒരു വീടിനകത്ത് ഹന്നായെ പെനീന മുഷിപ്പിക്കുമ്പോൾ അതിനകത്തെ പദങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത്രയും നാളും പ്രാർത്ഥിച്ചു നിനക്ക് എന്നാ കിട്ടി? നീ ആരാധനയ്ക്ക് പോയിട്ട് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എല്ലാ വർഷവും ആണ്ടുതോറും യാഗം കഴിക്കാൻ പോയിട്ട് നിനക്ക് എന്ത് പ്രയോജനമുണ്ടായി? നോക്ക്, ഞാൻ വലിയ പ്രാർത്ഥനക്കാരത്തിയൊന്നുമല്ല, പ്രാർത്ഥിക്കാനും പോകുന്നില്ല, പള്ളിയിലും പോകുന്നില്ല. വർഷത്തിലൊരിക്കൽ പള്ളിയിൽ പോയാൽ തന്നെ അവിടെ ഞാൻ അതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളിതേ ഇതുവഴി ഓടി നടക്കുകയാണ്. നീ പ്രാർത്ഥിച്ചിട്ട് എന്തിയേ? നിനക്ക് എന്നാ കിട്ടി? ഈ ചോദ്യങ്ങളാണ് വീട്ടിൽ നിന്ന് പെനീന ഉയർത്തിയത്. അവിടെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടില്ലെങ്കിലും മുഷിപ്പിച്ചു എന്ന പദമാണ് എഴുതിയിരിക്കുന്നത്. ദിനംതോറും അവളെ മുഷിപ്പിക്കുക, കരയിക്കുക, പട്ടിണി കിടത്തുക, ആഹാരം കഴിക്കാൻ കഴിയാത്ത നിലയിലെത്തുക, ഉറങ്ങാൻ കഴിയാത്ത നിലയിലെത്തുക. അങ്ങനെ മാനസികമായ ഒരുപാട് പ്രതിസന്ധികൾ അവൾ നേരിടേണ്ടി വന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അവളെ പണിയുകയായിരുന്നു. അവിടെ പ്രാർത്ഥന, ശബ്ദത്തിലുള്ള പ്രാർത്ഥന, മറ്റുള്ളവർ കേൾക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന അവൾ സ്റ്റോപ്പ് ചെയ്തു. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, എല്ലാ പ്രാർത്ഥനയും എല്ലാവരുടെയും കേൾക്ക പ്രാർത്ഥിക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാവരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ട്, നിലവിളിയുണ്ട്, അന്യഭാഷയുണ്ട്, പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാൻ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. ഇത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമ്മളെ ആക്ഷേപിക്കുവാൻ, കളിയാക്കുവാൻ, അപമാനിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഹന്ന ഒരു തീരുമാനമെടുത്തു. പെനീനായുടെ ഈ ക്രൂരമായ ഇടപെടൽ നിമിത്തം ഹന്ന ഇപ്പോൾ രഹസ്യമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവളുടെ പ്രാർത്ഥന നിശബ്ദമായി.
മറ്റുള്ളവർ കേൾക്കാത്ത നിലയിൽ ദൈവത്തോട് വിഷയങ്ങൾ പറയുവാൻ തുടങ്ങി. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ആരെങ്കിലും കളിയാക്കലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷേപങ്ങളോ നിനക്ക് നേരെ ഉന്നയിക്കുന്നെങ്കിൽ നീ അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട, അവരുടെ കേൾക്കൽ പ്രാർത്ഥിക്കേണ്ട. രഹസ്യത്തിൽ നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ശക്തനായ, നാം സ്നേഹിക്കുന്ന, നാം ആരാധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുവാനിടയായി തീരും. മത്തായി സുവിശേഷം അതാ പറയുന്നത്, നീ എന്ത് ചെയ്യുക, മുറിക്കകത്ത് കയറി അറയിൽ കടന്ന് കതകടച്ച് അവിടെ നീ നിന്റെ പ്രാർത്ഥന വെളിപ്പെടുത്തുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അങ്ങനെ ഹന്ന പെനീനായാൽ പണിയപ്പെട്ടു. ഒരു പ്രത്യേക പ്രാർത്ഥന തലത്തിലേക്ക് അവൾക്ക് മാറുവാൻ കഴിഞ്ഞു. അവിടെ പ്രാർത്ഥന ദൈവവുമായിട്ട് മാത്രമുള്ള ബന്ധമായി, മറ്റുള്ളവർ കേൾക്കുവാൻ അനുവദിക്കാത്തൊരു പ്രാർത്ഥനയായി മാറി. ദൈവത്തിന് സ്തോത്രം. ഒരു സ്വസ്ഥതയും സമാധാനവും വന്നു. ഇപ്പൊ ഇവിടെ ഈ പെനീന ഇപ്പൊ എന്നാ കേട്ടിട്ട ഹന്നായെ കളിയാക്കാനുള്ളത്? ഇപ്പൊ മുറിക്കകത്തോട്ട് ഹന്ന കയറുന്നത് കാണാം. അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കഴിയുമ്പം ആ മുറി തുറന്ന് പുറത്തു വരുന്നത് കാണാം. പ്രിയപ്പെട്ടവരെ, പിശാചിന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ നിശബ്ദമായ പ്രാർത്ഥനാ തലം പഠിച്ചത് പെനീനായിൽ കൂടെ ആ പാഠം ഹന്ന പഠിച്ചെടുക്കുകയായിരുന്നു. ദൈവം അവളെ പഠിപ്പിക്കുകയായിരുന്നു. രണ്ട് സമയത്തിന്റെ പരിമിതിയിൽ ഞാൻ ആ ഭാഗം ചുരുക്കിയിട്ട് രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. വീടിനകത്ത് രണ്ടാമത്തെ പണി, സ്വർഗത്തിനു വേണ്ടി പണിയപ്പെടുന്ന പണിശാലയിൽ ഹന്ന ആയിരിക്കുമ്പോൾ തന്നെ ഇതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എൽക്കാന അടുത്തു വന്നിരിക്കുന്നു. എൽക്കാനയ്ക്ക് പറയുവാനായിട്ടുള്ളത് 3 കാര്യങ്ങളാണ് എൽക്കാന ചോദിക്കുന്നത്. ഞാൻ വായിച്ച കുറിവാക്യത്തിലുണ്ട് 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ എന്താണെന്നറിയാവോ? അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് പട്ടിണി കിടക്കുന്നത്? അല്ലേ? അങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ വ്യസനിക്കുന്നത് എന്തിന്? 1, നീ എന്തിന് കരയുന്നു? 2, നീ എന്തിന് പട്ടിണി കിടക്കുന്നു? 3, നീ വ്യസനിക്കുന്നത് എന്ത്? 3 ചോദ്യങ്ങൾ ചോദിക്കുകയാ. എന്നിട്ട് അടുത്ത പദമാണ് നമ്മെ കുളിർമയണിയിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആ സ്വാന്തനത്തിന്റെ വാക്കുകൾ. ആ വാക്കെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ അത്ര സ്നേഹനിധിയായ ഒരു ഭർത്താവാണ് എൽക്കാന. എൽക്കാനോട് പറയാ, നീ എന്തിനാ മകളെ പട്ടിണി കിടക്കുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നീ എന്തിനാ ഇങ്ങനെ വ്യസനിക്കുന്നത്? ഈ പദം പറഞ്ഞിട്ട് അടുത്ത പദം പറയുക, ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ നന്നല്ലയോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നീ കരയും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നിനക്ക് ഞാനുണ്ടല്ലോ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ദൈവത്തിന്റെ സ്തോത്രം. സ്വർഗത്തിന്റെ പദ്ധതിയെ, ദൈവത്തിന്റെ പ്ലാനിനെ, ദൈവം തയ്യാറാക്കിയ സ്വർഗീയ പദ്ധതിയെ സ്വാന്തനത്തിന്റെ, തലോടലിന്റെ, സ്നേഹത്തിന്റെ ഭാഷയിൽ വന്ന് തടയിടുന്ന ഒരു ഇടപെടലാണ് എൽക്കാനയിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ പറയാം, പലപ്പോഴും നിന്റെ നേട്ടങ്ങൾക്ക് നീ കാൽച്ചുവടുകൾ മുന്നോട്ട് വെക്കുമ്പോൾ, നിന്റെ മിനിസ്ട്രിയുടെ വിജയകരമായ പാത മുന്നോട്ട് നയിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥന ആത്മാവിൽ നീ മുന്നേറുമ്പോൾ, ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിന്റെ ആത്മീയ ഭൗതിക ഉയർച്ചയുടെ വിടുതലിന്റെ സമയം അടുത്തു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വാന്തനത്തിന്റെ, സ്നേഹത്തിന്റെ ഭാഷയിൽ പലരും നിന്റെ അടുക്കൽ വന്ന് നിന്നെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് എത്ര വലിയ സ്വാന്തനത്തിന്റെ വാക്കുകളായാലും സ്വർഗത്തിന്റെ പദ്ധതിയിൽ നിന്ന് നീ ഒരിക്കൽ പോലും പുറകോട്ട് പോകരുത്. നീ ചേർന്ന് നിൽക്കേണ്ടത് സ്വർഗത്തോടാണ്. നീ ചേർന്ന് നിൽക്കേണ്ടത് ദൈവത്തിന്റെ പ്ലാനിനോടാണ്. നീ ചേർന്ന് നിൽക്കേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയെ ഭൂമിയിൽ നിറവേറ്റപ്പെടേണ്ടതിനു വേണ്ടിയാണ്. ഇത് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ,
ഹന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. പ്രാർത്ഥന ആണ്ടുതോറും ആലയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുത്തെ ഉത്സവത്തിന്, അവിടുത്തെ പെരുന്നാളുകൾക്കൊക്കെ പോകുന്ന ആ സാഹചര്യ കുടുംബമായി ഇവർ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുഖം വാടിയ ഹന്ന, കരയുന്ന ഹന്ന, ആരും കേൾക്കാതെ പ്രാർത്ഥിക്കുന്ന ഹന്ന, നിരാശ ചുമക്കുന്ന ഹന്ന. അപ്പോൾ പെനീന ഇവിടെ ഹാപ്പിയാണ്. പെനീന തന്റെ കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആലയത്തിലേക്ക് പോയി. അവിടെ ആലയത്തിനകത്ത് എൽക്കാനയില്ല, ആലയത്തിനകത്ത് പെനീനായില്ല, ആലയത്തിനകത്ത് പെനീനായുടെ എൽക്കാനയുടെ മക്കളില്ല. പക്ഷേ ആലയത്തിനകത്ത് ഹന്നായുണ്ട്. ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആലയത്തിനകത്ത് ഹന്നായുണ്ട്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ആലയത്തിനകത്ത് നീ ദൈവം മുമ്പാകെ ഇരിക്കാൻ തയ്യാറായാൽ സ്വർഗം നിനക്ക് വേണ്ടി ഇടപെടുവാൻ ഇടയാകുമെന്നുള്ളത് മറന്നു പോകരുത്. ആലയത്തിനകത്ത് ഹന്നായുണ്ട്, ആലയത്തിനകത്ത് ഏലി പുരോഹിതനുണ്ട്. പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പ്രാർത്ഥന ആരംഭിച്ച് ഹന്ന ദൈവം മുമ്പാകെ കരയുവാൻ തുടങ്ങി. ഹന്നായുടെ ചൊടി അനങ്ങുന്നത് മാത്രമേ ഉള്ളൂ. കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട്. അവൾ മനോവ്യസനമുള്ള സ്ത്രീയാണ്. വളരെ വേദനയോടെ അവൾ എന്ത് ചെയ്യാണ്? ഏങ്ങലിടിക്കുകയാണ്. എന്നാൽ അത് ആർക്കും കാണുവാനോ കേൾക്കുവാനോ കഴിയുന്നില്ല. സ്വർഗം അവളെ സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ണുമങ്ങി ഏലി പുരോഹിതൻ അവളുടെ അടുക്കിലേക്ക് വരികയാണ്. അവളെ സൂക്ഷിച്ചു നോക്കി. മങ്ങിയ കണ്ണുകൊണ്ട്, കാഴ്ച കുറഞ്ഞ മണ്ണുകൊണ്ട്, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്ന ഒരു പുരോഹിതന്റെ അവസ്ഥ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ആ വേദനയെയും അവരുടെ തകർച്ചകളെയും അവരനുഭവിക്കുന്ന യാഥാർത്ഥ്യത്തെയും കാണാനോ മനസ്സിലാക്കാനോ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പുരോഹിതന്റെ ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പുരോഹിതൻ പറഞ്ഞത്, നീ വീഞ്ഞടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ വന്ന ആ ദൈവ പൈതലിനോട്, ആലയത്തിൽ ദൈവം മുമ്പാകെ ഇരിക്കാൻ വന്ന, കരയാൻ വന്ന ഹന്നായോട് ഏലി പുരോഹിതൻ പറയുകയാണ്, അവളുടെ വായ സൂക്ഷിച്ചു നോക്കിയിട്ട് പറയുകയാണ്, നീ വീഞ്ഞ് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആക്ഷേപം അവിടെ ഉയരപ്പെടുകയാണ്. ചെയ്യാത്ത കുറ്റം അവിടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ആരാ? പുരോഹിതൻ. ആരാ? ദൈവത്തിന്റെ സ്ഥാനപതി. ആരാ? ആലയത്തിനകത്ത് കാര്യാദികൾ നോക്കുന്നയാള്. പ്രിയപ്പെട്ടവരെ, വരുന്ന ജനത്തിന് സമാധാനം കൊടുക്കേണ്ടുന്ന ആള്, വരുന്ന ജനത്തിന് ആശ്വാസ വചനങ്ങൾ നൽകേണ്ടയാള്, വരുന്ന ജനത്തിന്റെ യാഗമർപ്പിക്കേണ്ടയാള് ഇപ്പോൾ ഹന്നായുടെ മുഖത്ത് നോക്കി പറയുക, നീ വീഞ്ഞു കഴിച്ചിരിക്കുക. എന്താ അങ്ങനെ പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കാര്യം കുടുംബത്തിനകത്തെ അവസ്ഥയാ. മക്കൾ താന്തോന്നികളാ. മക്കൾ വീഞ്ഞു കഴിക്കുന്നവരാണ്. മക്കൾ യാഗമർപ്പിക്കുന്ന ദൈവമക്കളുടെ യാഗം ദൈവത്തിന് അർപ്പിക്കുന്നതിന് മുമ്പ് ആ മുപ്പല്ലിൽ കുത്തിയെടുക്കുന്നവരാണ്. മക്കൾ വ്യഭിചാരികളാണ്. അതുകൊണ്ട് തന്നെ ഏലി പുരോഹിതന്റെ മൈൻഡിൽ നിലകൊള്ളുന്നത് ആ ചിന്തയാണ്. ആ ചിന്തയോടെ നോക്കിയപ്പോൾ പ്രാർത്ഥിക്കാൻ വരുന്നവരും അങ്ങനെയാണെന്ന് തോന്നിപ്പോയി. അപ്പോ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, അല്ല ജമാനനെ, അങ്ങനെയല്ല, ഞാൻ വീഞ്ഞ് കഴിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ ദൈവത്തോട് കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൾ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അവിടെ വേണേ അവൾക്ക് പ്രതികരിക്കാമായിരുന്നു, അല്ലേ? അവൾക്ക് വേണേ പെട്ടെന്ന് തൻ്റെ ഭർത്താവിനെയും തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് എന്നെ ഈ മനുഷ്യൻ ആക്ഷേപിച്ചെന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ ഒരു പ്രതികരണം നടത്താമായിരുന്നു. വേണേ എഴുന്നേറ്റ് നിന്ന് 2 വർത്തമാനം പറയാമായിരുന്നു. താൻ എന്നാടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രാർത്ഥിക്കാൻ വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ ഒന്നും ചോദിച്ചില്ല. കാരണം അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? പുരോഹിതന് നേരെ വിരൽ ചൂണ്ടാൻ ആർക്കും അവകാശമില്ല. അതവൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ വിളിക്ക്, യജമാനനെ, അങ്ങനെയല്ല, ഞാൻ വീഞ്ഞോ മദ്യമോ കഴിച്ചിട്ടില്ല, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. പുരോഹിതൻ അവളെ ആശീർവദിച്ചു. പ്രിയരെ, ആലയത്തിൽ വരുന്നവർക്കൊരു ആശീർവാദമുണ്ട്.
ആലയത്തിൽ വരുന്നവർക്ക് പ്രാർത്ഥനയുടെ മറുപടി ഉണ്ട്. ആലയത്തിൽ വരുന്നവർക്ക് ഒരു വിടുതലുണ്ട്. ആമീൻ. ആമീൻ സമാധാനത്തോടെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. പ്രിയരെ, നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. കോളീസ് ലവ് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഈ സന്ദേശം അറിയിപ്പാൻ എന്നെ ക്ഷണിച്ചതായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്, പ്രത്യേകാൽ സിജി ഡെന്നീസിനോടും ഡെന്നീസ് ബ്രദറിനോടും എൻ്റെ പ്രത്യേക നന്ദി പറയുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.